സൂപ്പർ 60-ലെ ഇനി അടുത്ത സൂപ്പർ കാഴ്ച എന്താണ്? നാടൻ പാട്ടുകളും തനത് കലാരൂപങ്ങളും അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ചാലക്കുടിയിൽ നിന്നുള്ള ഒരു കൂട്ടം വൈറൽ കലാകാരന്മാരാണ് ഇനി നമ്മുടെ അതിഥികൾ. ആവേശ കാഴ്ചയൊരുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആടി തിമിർക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. പാട്ടും വർത്തമാനവുമായി നമുക്കൊപ്പം ചേരുന്നു ഉണർത്ത് ഫോക്ക് ബാൻഡ്. വെൽക്കം വെൽക്കം. ഞങ്ങൾ ഇവിടെ സ്റ്റുഡിയോയിലെത്തി. എന്ത് തോന്നുന്നു? എങ്ങനെ ഇപ്പോ നിങ്ങളുടെ പാട്ടുകളൊക്കെ പ്രേക്ഷകർ ഒരുപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സമയമാണ് അല്ലേ? ഒരുപാട് പാട്ടുകൾ വൈറലായിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇത്രയും പാട്ടുകളൊക്കെ വൈറലായതിനെ കുറിച്ചൊക്കെ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. വൈറലായ ഒരു കലാകാരിയാണല്ലേ താത്തൂട്ടി. ശരിക്കുള്ള പേര് ശരണ്യ. നമുക്ക് എന്തായാലും ഈ ഉച്ച സമയമാണല്ലോ, അപ്പൊ ചിലരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും വീടുകളിൽ. നമുക്കൊന്ന് ഉണർത്തിയാലോ എന്നാ? ആദ്യം ഒരു പാട്ട് തന്നെ തുടങ്ങാം. ഏത് വൈറൽ പാട്ടാണ് പാടുന്നത്? കരിങ്കാളിയല്ലേ? തുടങ്ങാം. വേതാളമേറിയാടി വാഴുക ദേവി, ഹരമകളാടി ഉലഞ്ഞാടി, വാഴ്ക വാഴ്ക തമ്പൂരാട്ടി. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. 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 എരിവേറ്റിയ ഒറ്റമുളകോ പെണ്ണേ നിൻ മനസ്സ്, ജടകെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂമലര്, കലിതുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്, തുടികൊട്ടിയ പാണിന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. പൂക്കുകൾ നാലിട്ടും പൊട്ടിയളരും മഴത്തൂപ്പുകൾ കൂടുന്നേ, ഇക്കലികാലത്തിൽ പൂക്കലി തീർക്കാൻ ശ്രീദീർഘലി നീ വേണോ. തുടിതാളത്തിൽ ആടിയ താതന്റെ ദിമകളെ ശ്രീകുരുമ്പേ, ദിമകളെ ശ്രീകുരുമ്പേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. 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 ഇതുപോലൊരു പെൺമണി വേണം മക
കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. കിടു കിടു കിടു. ഈ നിങ്ങളുടെ ബാൻഡിന്റെ ഒരു പ്രത്യേകത എന്താ? ഇപ്പൊ റാപ്പ് സോങ്ങുകളൊക്കെ ഇറങ്ങുന്ന ഈ ഒരു കാലത്ത് ഇങ്ങനെ നാടൻ പാട്ട് പാടി ആളുകളെ കയ്യിലെടുക്കുന്ന ആ ഒരു മാജിക് എന്താണ് ആ നാടൻ പാട്ടിന്റെ മാജിക്? നാടൻ പാട്ടാണ് ഇപ്പോൾ എല്ലാവരുടെയും ജനഹൃദയങ്ങളിൽ കൂടി തങ്ങി നിൽക്കുന്നത്. പഴയ കാലത്ത് പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ അത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം, പിന്നെ ഇതിനോടുള്ളൊരു കൂട്ടായ്മ എല്ലാവരുടെയും. നാടൻ പാട്ട് നമ്മുടെ സ്വന്തം പാട്ടുകളല്ലേ, അതെ, അപ്പൊ പിന്നെ ഒരു പ്രത്യേക എനർജി ആയിരിക്കും. ഭയങ്കര എനർജിയാണല്ലേ നാടൻ പാട്ട്? പാട്ട് പാടാൻ ഒരു പ്രത്യേക എനർജിയാണ്. ശരി, അത് ഞങ്ങൾ കണ്ടു. ഇപ്പൊ നിങ്ങൾ എല്ലാരും ചാലക്കുടിക്കാരാണോ? ചാലക്കുടി പറവൂര്. എപ്പോഴാണ് ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ടായത്? അതിനൊരു സ്വീകാര്യത കിട്ടിയതൊക്കെ എപ്പോഴാണ്? ഇത് 16 വർഷമായി ഞങ്ങളുടെ ബാൻഡ് തുടങ്ങിയിട്ട്. ചെറുപ്പം തുടങ്ങിയ നാടൻപാട്ട് ചേട്ടന്മാർ പാടി കേട്ട് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിൽ കരിന്തലക്കൂട്ടം ആണ്, പിന്നെ മണിച്ചേട്ടനാണ് നാടൻപാട്ടിനെ ജനകീയമാക്കിയത്. സ്റ്റേജ് എന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്ന് കരിന്തലക്കൂട്ടം എന്നുള്ള ടീമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ആ ചെറിയ അത്ര വലിയ പ്രോഗ്രാം നടത്താൻ പണമില്ലാത്തതുകൊണ്ട് നാട്ടിൽ കുറച്ച് പേരുള്ള കൂടിച്ചേർന്ന് ഒരു സംഘം പോലെ തുടങ്ങി അവസാനം ഇവിടം വരെയൊക്കെ എത്തി. ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് ഒരുപാട് പാട്ടുകൾ വൈറലായി. തീർച്ചയായും. നിങ്ങൾ പേര് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ എല്ലാവരും. പേര് സൗഭാഗ്യ ശിവദാസൻ, അനിൽ കൊരട്ടി, അരുൺലാൽ കൊരട്ടി, ശരണ്യ തത്തുട്ടി, അശ്വിനി. ഷിബു പുലർക്കാഴ്ച. അവര് ചെണ്ടയൊക്കെ ചെയ്യുന്നവർ. ശരി, അപ്പോൾ ഇനി ഒരു പാട്ട് കൂടി ആയാലോ? പ്രേക്ഷകർ നിങ്ങളുടെ പാട്ടിന് വേണ്ടിയായിരിക്കും ശരിക്കും കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് ഏത് പാട്ടാണ്? അടുത്ത പാട്ട് വെടിക്കെട്ട് എന്ന സിനിമയിൽ 3 പാട്ടുകൾ എഴുതി സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിനകത്ത് ആണ്ടനാണ്ടാൽ ഇന്ത്യവരെന്ന് ചേർത്തൊരു പാട്ട് ഇപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, മഴ ഉത്സവം നടത്തുന്ന ബിബിൻ കാരറ്റ്. അവൻ ചെയ്ത ഒരു വീഡിയോയിലൂടെ ഞങ്ങളിപ്പോൾ ഒരു 4 പേര് അറിഞ്ഞത്, കുറച്ച് പേര്. അപ്പോൾ അതിന് ബിബിനോട് ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുകൂടാണ്ട് എന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നത് പ്രിയപ്പെട്ട അനിയന്മാരായ ബിബിൻ ജോർജും വിഷ്ണു കൃഷ്ണനും, അവർക്കുള്ള നന്ദിയും ഈ വേദിയിൽ അറിയിക്കുന്നു. ശരി, അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണു വെച്ചിടും കരിനീല കണ്ണുകളുള്ളവള, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവച്ചിടും കരിനീല കണ്ണുകളുള്ളവൾ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. കണ്ടൊരാ മുതൽ കൺമണി നീ എൻ്റെ നെഞ്ചിലായി കേറിയില്ലേ, കണ്ടൊരാ മുതൽ കൺമണി നീ എൻ്റെ നെഞ്ചിലായി കേറിയില്ലേ, കാണും കിനാവില എന്നും വിരിയുമൻ വെൺമേഘപ്പൂക്കളല്ലേ, പെണ്ണ് നീ എൻ്റെ സ്വന്തമല്ലേ. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവച്ചിടും കരിനീല കണ്ണുകളുള്ളവൾ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. ചന്ദനഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു, ചന്ദനഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു, അന്ന നടപ്പോൾ നടുക്കുന്ന നേരത്ത് കാർമുകിൽ പോയി മറഞ്ഞു, പെണ്ണു നാണം കൊണ്ടുങ്ങി നിന്നു. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവച്ചിടും കരിനീല കണ്ണുകളുള്ളവൾ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. നുണക്കുഴി പുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കൊടി കയറും, നുണക്കുഴി പുഞ്ചിരിയാലെ നീ നോക്കിയാൽ ഉള്ളിൽ കൊടി കയറും, പൂരപ്പെരും പറകുട്ടി കയറുമ്പോൾ വർണ്ണങ്ങൾ പാറി വീണു, മേലെ താരകം മുങ്ങി നിന്നു. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവച്ചിടും കരിനീല കണ്ണുകളുള്ളവൾ, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. കാണാൻ എന്തൊരു ചന്തമാണതേ, കേൾക്കാൻ എന്തൊരു ഇമ്പമാണതേ, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. ഇന്ദിവരം പോലഴകുള്ളോള്, ഇന്ദ്രധനുസ് പിറന്നവള്, കുന്തിരി കത്തിൻ മണമുള്ളോള്, ചെഞ്ചുണ്ടിൽ വിരിയും കരിക്കുമ്പോള്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. താരം പൊത്തി കളിച്ചപ്പോള്, കണ്ണിമ വെട്ടാതെ നോക്കിയോള്, കണ്ണിമണ്ണച്ചാറിനെരിവുള്ളോള്, കണ്ണീര് കണ്ടാലലിയുന്നോള്, കാണാൻ
കറുത്തവള് പാലപ്പം പോലെ വെളുത്തവള് പാമുള്ളനെ പോലെ തിളക്കണോള് കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാൻ എന്തൊരു ഇമ്പമാണത് 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 കാണാൻ എന്തൊരു ചന്തമാണത് കേൾക്കാനെന്തൊരു ഇമ്പമാണത്. പൊളി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ കലാഭമണിയുടെ പാട്ടുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. കലാഭമണിയുടെ പാട്ടുകളില്ലാതെ ഒരു നാടൻ പാട്ടുകൾ എപ്പോഴും പാടുമ്പോൾ പൂർത്തിയാവാറില്ല. നമുക്ക് എന്നാ മണിച്ചേട്ടന്റെ ഒരു പാട്ട് തന്നെ ആയാലും പ്രേക്ഷകർക്കും അത് കൂടുതൽ ഇഷ്ടപ്പെടും. താനിന്നെ ഇതാനെ തന്നെ ഓ താനിന്നെ താനിന്നെ ഇതാനെ തന്നെ താനിന്നെ ഇതാനെ തന്നെ ഓ താനിന്നെ താനെ തന്നെ ഇതാനെ തന്നെ ഓ താനിന്നെ താനിന്നെ ഇതാനെ ഓ താനിന്നെ താനിന്നെ ഇതാനെ തന്നെ ഓ താനിന്നെ താനിന്നെ ഇതാനെ തന്നെ താനിന്നെ ഇതാനെ തന്നെ ഓ താനിന്നെ ഇതാനെ തന്നെ ഇതാനെ തന്നെ ഓ താനിന്നെ ഒന്നുള്ളി ചുവന്ന പുള്ളി അതോന്നവന്റെ ഓ കപ്പു തൂത്ത പോലെ അനുവാദന്തയ്ക്ക് വന്നാൽ ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാ വാങ്ങിത്തരാ ഒന്നു രണ്ടു കല്ലു പതിച്ച് ആ കല്ലു മുക്കുത്തിയിട്ടവനെ നിന്റെ മുക്കൊന്നൊരുക്കി നിന്നു ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാ വാങ്ങിത്തരാ ഒന്നു രണ്ടു കല്ലു പതിച്ച് ആ കല്ലു വച്ച മുക്കുത്തിയിട്ടവനെ നിന്റെ മുക്കൊന്നൊരുക്കി നിന്നു ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാ വാങ്ങിത്തരാ വാണിങ്കുളം ചന്തയില് വാങ്ങിച്ചൊരു വെള്ളമാൻ മുമ്പ് രണ്ടോ മട്ടിക്കൊണ്ട് ഓടാൻ ഒരു ചേലുക വാണിങ്കുളം ചന്തയില് വാങ്ങിച്ചൊരു വെള്ളമാൻ മുമ്പ് രണ്ടോ മട്ടിക്കൊണ്ട് ഓടാൻ ഒരു ചേലുകാണ് നിങ്ങൾ വെറുതെ അല്ലല്ലേ ഈ ഉണർത്ത് പാട്ട് എന്ന് പേരിട്ടത്. ഇപ്പൊ എല്ലാരും ഉണർന്നിട്ടുണ്ടാവും. എന്തായാലും ഇതാണ് പ്രേക്ഷകർ. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വളരെ ചെറിയ കലാകാരന്മാരാണ്. ദൈവം തന്നെ ഈ അവസരങ്ങൾ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ മാത്രമല്ല എല്ലാ വളർന്നു വരുന്ന കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഉണർത്തിൻ്റെ മാനേജർ എല്ലാമായ അരുൺ പറയട്ടെ, ഞാൻ അടച്ചിരിക്കുന്നു. അതെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇതിന് അവസരം നൽകിയ റിപ്പോർട്ട് ചാനലിനോടും ആദ്യം പറയുന്നത് ഞങ്ങൾക്ക് ഒരു വഴികാട്ടിയായ ബിബിൻ ചേട്ടനോട്, ബിബിൻ കാരറ്റ്, പ്രത്യേകം നന്ദി. ശരി, അപ്പൊ അതാണ് പ്രേക്ഷകരെല്ലാവരും ഈ ഉണർത്ത് സംഘത്തിന് എല്ലാ പിന്തുണകളും കൊടുക്കണം. ഇവരിനിയും ഓരോ വേദികളും തകർക്കട്ടെ അല്ലേ, നാടൻ പാട്ടുകൾ പാടി.